Hi friends, good morning. It's me Simon YouTube channel, Simon Ruiz Instagram, Simon Ruiz Facebook welcomes you all. Have a nice and fantastic positive day. Okay. രാവിലെ മഴയാണ്. എക്സസൈസ് തുടങ്ങിയപ്പോഴേ മഴ പെയ്തു. അപ്പോൾ ഞാൻ കുടയൊക്കെ പിടിച്ച് തിരിച്ച് നടക്കുക. അപ്പോൾ ഞാൻ ഓർത്തു ഒരു വീഡിയോ ചെയ്താലോ. എക്സസൈസ് എല്ലാം കഴിഞ്ഞിട്ടാണ് സാധാരണ വീഡിയോ എടുക്കുന്നത്. ഇപ്പോൾ തുടങ്ങിയപ്പോഴേ മഴ പെയ്തു. പക്ഷേ കുറച്ച് നടക്കുമ്പോൾ ചിലപ്പോൾ മാറും. അങ്ങനെയാണെങ്കിൽ പൂർത്തിയാക്കും. അല്ലെങ്കിൽ വീട്ടിൽ ചെന്നിട്ട് ഇൻഡോർ ചെയ്തിരിക്കും, എക്സസൈസ് ചെയ്തിരിക്കും, വിട്ടുവീഴ്ചയില്ല. അതിന് ഡിറ്റർമിനേഷൻ ഞാൻ പറയാലേ. ഓക്കേ, ഞാൻ നടക്കാൻ വരുമ്പോൾ ഇന്നും 6 മണിക്ക് ഒരു യൂട്യൂബ് ചാനലിൽ ഒരു ഇതുണ്ട്. നമ്മുടെ സെൻറ്റ് ആൻ്റണീസ് പിൽഗ്രിം സെൻറ്ററിലെ ഡയറക്ടർ അച്ഛൻ മോസ്റ്റർ സെബാസ്റ്റ്യൻ ബോധിങ്ങലിൻ്റെ ഒരു പ്രഭാഷണം രാവിലെ 5 മിനിറ്റാണ് ഉള്ളത്. സംടൈംസ് അത് 10 മിനിറ്റ്സ് ആകും. അത് കേട്ടാണ് പോരുന്നത്. എന്നും അങ്ങനെയാണ്. അതിൻ്റെ ഒരു പക്ഷേ എൻ്റെ ഈ വാക്കിലെയും വാചകത്തിലെയും സംശുദ്ധതയുടെ പൊരുൾ ആ വാക്കുകളായിരിക്കാം. പ്രഭാതത്തിലുള്ള പ്രാർത്ഥന അഭിഷേകാഗ്നി എന്നതിൻ്റെ പേര്. സെൻറ്റ് ആൻ്റണീസ് പിൽഗ്രിം സെൻറ്ററാണ്. എല്ലാ ദിവസവും മോർണിംഗിൽ 6 o'clock. ഓക്കെ, ഞാനത് കേൾക്കും. ഇന്ന് കേട്ടപ്പോഴേ ലാസ്റ്റ് ലീസ്റ്റ് ആൻഡ് ലോസ്റ്റ് എന്നൊരു പദമാണ് ചമ്പാകൻ പ്രസംഗിച്ച് പോകുന്നതാണ്. അതായത് അനാഥരുടെയും വിധവകളുടെയും പരദേശികളുടെയും എല്ലാം നാഥൻ ദൈവമാണ് എന്ന് ബഹുമാനപ്പെട്ട വൈദികൻ പറഞ്ഞു വയ്ക്കുകയാണ്. ഞാനെല്ലാം തന്നെ ബൈബിളിൽ വായിച്ചിട്ടുണ്ട്. ഒരിക്കൽ ഞാൻ സന്ദർഭവശാൽ ഓർത്തു പോവുകയാണ്. ഒരു ഹസ്ബൻഡ് മരിച്ചു, ഒരു സ്ത്രീയുടെ ഭർത്താവ് മരിച്ചുപോയി. അവർ കുഞ്ഞുങ്ങളില്ല. അപ്പം സ്വത്ത് വീതം വെക്കാനുള്ള ഇതാണ്. അപ്പം ഞാൻ അറിയുന്നില്ല. എനിക്കൊരു അനോണിമസ് കോൾ വന്നു. ഇന്നപോലെ ഇങ്ങനൊരു ഒരു അനീതി നടക്കാൻ പോകുന്നു, അതിലൊന്ന് ഇടപെടണം. എനിക്ക് നേരിയല്ല, എനിക്ക് വേണ്ടപ്പെട്ട ആളുമാണ് ഈ വിധവയായ സ്ത്രീ. ഞാൻ വേറെ ആളെയും വിളിച്ച് വണ്ടിയെടുത്ത് അവിടെ ചെന്നപ്പം അവരുടെ സമുദായത്തിലെ വലിയ പാസ്റ്റർമാരെല്ലാം ഇരിക്കുകയാണ്. ഈ സ്ത്രീ കുമ്പിട്ടിരിപ്പുണ്ട്. എല്ലാവരും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു. സ്വത്തെല്ലാം എഴുതി കൊടുക്കണമെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചെന്നു. എന്താ സൈമൺ വന്നതെന്ന് ചോദിച്ചു. ഞാൻ ഇല്ല, വെറുതെ ആക്ച്വലി അറിഞ്ഞുകൊണ്ട് തന്നെ ചെന്നിരിക്കുന്ന 10-15 കിലോമീറ്റർ വണ്ടി ഓടിച്ച് ചെന്നിരിക്കുന്ന. അപ്പോൾ അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഇനിയിപ്പം ഈ കൊച്ചമ്മയ്ക്ക് പണവും ഇതൊന്നും ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് കൊച്ചമ്മ അത് സഹോദരൻ എഴുതി കൊടുക്കുക എന്ന് വലിയ പാസ്റ്റർ എന്നോട് പറഞ്ഞു. ഞാൻ ചിരിച്ചു. ഞാൻ ചോദിച്ചു, ഒറ്റ ചോദിച്ചുള്ളൂ. ഞാൻ ചോദിച്ചു, പരദേശിയുടെയും വിധവയുടെയും മേൽ പാപം ചെയ്താൽ അതിന് മോക്ഷമുണ്ടോ? മോക്ഷം ലഭിക്കുമോ? അയാൾ ഞെട്ടിപ്പോയി. അയാളുടെ ഭാര്യയുണ്ട്, ഈ പാസ്റ്ററുടെ ഭാര്യ. അവരോടി വന്നു. പ്രായമുള്ള അവർ പണമുണ്ട് ഒക്കെ ഉള്ളവരാണ്. അവരോടി വന്നു. വചനമാണോ പറഞ്ഞതെന്ന് ചോദിച്ചു. ഞാൻ പറയും വചനമാണ് പറഞ്ഞു. പരദേശികളോടും വിധവകളോടും നിങ്ങൾ അതിക്രമം കാട്ടിയാൽ ആ പാപത്തിന് പരിഹാരമുണ്ടോ? ഒറ്റ ചോദ്യമാണ്. പരിശുദ്ധാത്മാവ് ചോദിപ്പിച്ചായിരിക്കും പക്ഷേ, കാരണം അവർ സംഘടിച്ച് വന്നിരിക്കുന്നവരല്ലേ. പക്ഷേ ആ സ്ത്രീ ചാടി എഴുന്നിട്ട് പറഞ്ഞു, ഒരിക്കലും ഇല്ലെന്ന് പറഞ്ഞു. സത്യം അത്. പരദേശിയോടും വിധവകളോടും പാപം ചെയ്താൽ അതിന് പൊറുതിയില്ല. നിങ്ങൾക്ക് വേണേൽ പ്രാർത്ഥിക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റ് എന്തെങ്കിലുമൊക്കെ ഭക്താഭ്യാസമൊക്കെ ചെയ്യാം. എന്നിരുന്നാലും അതിന് മോചനമില്ലെന്നാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്. പക്ഷേ അത് ആ ബൈബിൾ പണ്ഡിതനാണ്, വലിയ പാസ്റ്ററാണ്. അദ്ദേഹത്തെ ഞാൻ ബഹുമാനിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം പറഞ്ഞു, ഒത്തിരി സഭകളുടെയൊക്കെ ലീഡറാണ്, പറഞ്ഞു സൈമൺ പറഞ്ഞത് ശരിയാണ്. അവരന്നേരെ കൈ കഴുകി കാപ്പി എടുക്കാൻ എല്ലാവരും കാപ്പി കുടിച്ച് അന്നേരം പിരിഞ്ഞു. ആ വിധവയായ സ്ത്രീ, എനിക്ക് വേണ്ടപ്പെട്ട ആളായിട്ട് ഞാൻ പേര് പറയത്തെ, മരിച്ചു കഴിഞ്ഞാണ്
ഞങ്ങളെല്ലാം കൂടെ ചെന്ന് വീടിൻ്റെ താക്കോലും മറ്റും എല്ലാം എഴുതി കൊടുക്കുക. അന്ന് അവർ പറഞ്ഞു ഭർത്താവിൻ്റെ സ്വത്തിന് കുഞ്ഞുങ്ങളില്ലെങ്കിലും ഭാര്യയ്ക്ക് അവകാശമുണ്ട്, പൂർണ്ണാവകാശമല്ല, ഭാഗികമായ അവകാശമുണ്ട്. അപ്പോൾ ഇവിടെ ഈ അവകാശ തർക്കമൊന്നുമില്ല, അവരിവിടെ ജീവിക്കട്ടെ, അവരുടെ കാലശേഷം അവർക്കാർക്കത് കൊടുക്കാം. അങ്ങനെ തന്നെ അവർ സമ്മതിച്ചു പോയി. ഞാൻ പറയാം, ആ വചനത്തിലാണ് ഞാൻ പറയത്തേ ഉള്ളൂ. പരദേശികളോടും അതുപോലെ തന്നെ വിധവകളോടും അനാഥരോടും നാം ചെയ്യുന്നതൊന്നും പൊറുതിയില്ല ഈ ലോകത്ത്. അതൊക്കെ ദൈവസന്നിധിയിൽ ചെന്ന് ശിക്ഷ മേടിച്ചേ പറ്റൂ. ആ ഓർമ്മയോട് ജീവിക്കുന്ന അച്ഛൻ്റെ ആ പ്രസംഗം കേട്ടപ്പോൾ ഞാനത് ഓർത്തു പോയി. പ്രിയമുള്ളവരെ, നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മൾ ചിലപ്പം നമ്മൾക്ക് ധനമുണ്ടാകാം, ധനികനായ മാതാപിതാക്കളുടെ കുഞ്ഞായിരിക്കും ജനിച്ചത്, അല്ലെങ്കിൽ നിങ്ങളുടെ കഠിനാധ്വാനം കൊണ്ട് നിങ്ങൾക്ക് ധനമുണ്ടായി, എല്ലാം ശരിയാണ്. അപ്പോൾ ഞാനൊരിക്കൽ കണ്ടു, വീടിന് വാതിക്കൽ പട്ടിയുണ്ട്, സൂക്ഷിക്കുക. ഒരു വലിയ ഗേറ്റ്, അത് പൂട്ടിയിട്ടിരിക്കുക എപ്പോഴും. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഈ ആളെ ഒരു ദിവസം, ഒരു ഓഫീസറാണല്ലോ, ഞാൻ സ്റ്റാഫിനെ വിട്ട് ഫോൺ നമ്പർ എടുത്ത് വിളിച്ചു, എന്താ കാര്യം, ഇങ്ങനെ മാനസിക രോഗമാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. അവൻ പറഞ്ഞു, ഞങ്ങൾ അമേരിക്കയിൽ നിന്ന് വന്നതാണ്, ഞങ്ങൾക്ക് ഇവിടുത്തെ ആളുകളൊന്നും അത്ര ഇഷ്ടമില്ല, ആരും വരണ്ട, അതിനുവേണ്ടിയാണ് ഗേറ്റ് പൂട്ടിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഞാൻ ഒരു സ്പെഷ്യൽ ഗൈഡ് സെക്രട്ടറിയാണ്, ഐ വാണ്ട് ടു മീറ്റ് യു ഇൻ പേഴ്സൺ, വിൽ യു പ്ലീസ് ഓപ്പൺ ദി ഗേറ്റ്? ഓഫ് കോഴ്സ് ഐ ഹാവ് ലീഗൽ അതോറിറ്റി ടു ഓപ്പൺ യുവർ ഗേറ്റ് ആൻഡ് കം ഇൻസൈഡ് യുവർ ഹോം. വിൽ യു പ്ലീസ്? നോ നോ നോ, യു മസ്റ്റ് കം, യു കം. ടൈം ഫിക്സ് ചെയ്ത് ഞാൻ ചെന്നു, സംസാരിച്ചു, കുറേ നേരം സംസാരിച്ചു. അവരുടെ ആർഗ്യുമെൻറ്റ്സ് എല്ലാം ഞാൻ അംഗീകരിച്ചു, കുറച്ച് ആർഗ്യുമെൻറ്റ്സ് അങ്ങോട്ട് കൊടുത്തു. അവസാനം അവർ ഗേറ്റ് തുറന്നിട്ടു. അതായത് രാവും പകലെല്ലാം ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുക, താഴിട്ട്. ബഗേഴ്സ് വരും. ബഗേഴ്സ് എന്ന് പറയാറ് ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. അവർ വരും, അനാഥർ വരും, സഹായം ചോദിച്ചു വരും, ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. പാവപ്പെട്ട സ്ത്രീകൾ വരും, ദൈവത്തിൻ്റെ പുത്രിമാരാണ്. ഇവരെല്ലാം അടച്ചിട്ട് താൻ എവിടെ പോകുന്നതെന്ന് ഞാൻ ചോദിച്ചു. അന്ന് ഗേറ്റ് തുറന്നു. നാം മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യം, ഒരുപക്ഷെ നമുക്ക് ധനം ഉണ്ടാകാം, അത് പണമായിരിക്കാം, അറിവായിരിക്കാം, ചില നൈപുണ്യമായിരിക്കാം, ഇതെല്ലാം ധനത്തിൻ്റെ കൂടെയാണ് വരുന്നത്. ഈ നല്ല നൈപുണ്യം, നല്ലൊരു ഡോക്ടർ, നല്ലൊരു കലാകാരൻ, നല്ലൊരു മെക്കാനിക്, നല്ലൊരു ആശാരി അല്ലെ കാർപ്പൻ്റർ, ഇവർക്കെല്ലാം ഇത് ധനം തന്നെയാണ് അല്ലേ? ആ ധനം കൊണ്ട് നാം ആസ്വദിക്കുന്നതെല്ലാം നമുക്ക് തന്നെ മാത്രമുള്ള അല്ലെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതൊന്നും ചെയ്യാൻ പറ്റാത്ത വിധവകൾ കാണും, കൊച്ചു കുട്ടിയുണ്ട്, വിധവയാണ്, അവർക്ക് ഡിപ്പെൻഡൻ്റ് ആരുമില്ല, അല്ലെങ്കിൽ അനാഥനാണ്, അല്ലെങ്കിൽ പരദേശിയാണ്. അപ്പം നാം അവരെ സഹായിക്കാൻ ബാധ്യസ്ഥരാണ്, അവരെ കൂടെ നിർത്താൻ ബാധ്യസ്ഥരാണ്. എങ്കിൽ മാത്രമേ നമുക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റത്തുള്ളൂ. സ്വർഗത്തിൽ പോകണമെങ്കിൽ കൽപ്പനകൾ പാലിക്കണം, അതോടൊപ്പം നാം ആർജിച്ചെടുത്ത വിഭവശേഷി പങ്കുവെക്കുകയും ചെയ്യണം അർഹരായവർക്ക്. ഗുഡ് മോർണിംഗ് സർ. അപ്പോൾ എങ്കിൽ മാത്രമേ നമുക്ക് സ്വർഗത്തിൽ എന്തോ അതെ നമ്മുടെ ഒരു വലിയ വ്യവസായിയാണ് അദ്ദേഹം, പറയാണ് വെളുപ്പിനെ എഴുന്നേൽക്കുകയും ചെയ്യണമെന്ന്. യെസ്, വെളുപ്പിനെ ഞാനൊക്കെ 4:20 എഴുന്നേൽക്കും, നിങ്ങൾക്ക് അറിയാമല്ലോ. 4:20 എഴുന്നേൽക്കും, 5 മണിക്ക് പ്രാർത്ഥന തുടങ്ങും, 6 വരെ പ്രാർത്ഥനയാണ്, അതിനുശേഷമാണ് മോർണിംഗ് വാക്ക് ആരംഭിക്കുന്നത്. ഇതൊക്കെ എൻ്റെ ഷെഡ്യൂളാണ്. ഞാൻ അദ്ദേഹം പറയായിരുന്നു, വിഭവം ശേഖരിക്കണം, ധനമാർജിക്കണം, പങ്കുവെക്കണം എന്ന് പറയുമ്പോൾ അദ്ദേഹം കൂട്ടിച്ചേർക്കുകയാണ് വെളുപ്പിനെ എഴുന്നേൽക്കാൻ. തീർച്ചയായിട്ടും പ്രഭാതത്തിൽ ഏറ്റവും എനർജിയുള്ള സമയം. അപ്പോൾ എഴുന്നേൽക്കണം, പ്രാർത്ഥിക്കണം, കർമ്മങ്ങൾ ആരംഭിക്കണം, അധ്വാനിക്കണം, എല്ലാം ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഫ്രണ്ട്സ്, നമ്മുടെ ഈ ജീവിതം, ഞാനൊരു കാത്തോലിക്കാണെന്ന് നിങ്ങൾക്കറിയാം, കാതലിക്കാണ്, ഐ എം എ കാതലിക്, ഐ എം പ്രൗഡ് ഓഫ് ദാറ്റ്. അപ്പം ഞങ്ങളെ സഭ പഠിപ്പിക്കുന്നത്, നമ്മൾ എന്താർജിച്ചാലും അത് ഷെയർ ചെയ്യണം. ഇപ്പം നല്ല വലിയ ഡോക്ടേഴ്സ് ഇല്ലേ, അവർ 20% ഫ്രീ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഞാനെന്നും പ്രാർത്ഥിക്കാം എൻ്റെ മക്കളും അങ്ങനെ ആയിരിക്കണേ. പക്ഷെ അവർ പാവങ്ങളോട് കരുണയുള്ളവരാണ്, ഇൻ ദ മീൻ ടൈം വലിയൊരു ഡോക്ടറാണെങ്കിൽ
ഒരു 20% ഓഫ് ദി വർക്ക് ഫ്രീ ആയിട്ട് ചെയ്തുകൂടെ? ചെയ്യാം. ഒരു നല്ല കാർപ്പൻ്ററാണ് അദ്ദേഹം. പോകുന്ന വീട്ടിൽ പണമില്ല, പക്ഷേ സാധുക്കളാണ്. അവരുടെ ഒരു അലമാരി പൊട്ടി, അത് നന്നായി കൊടുത്തുകൂടെ? ഒരു മെക്കാനിക് ചെയ്തുകൂടെ? അങ്ങനെ എല്ലാ മേഖലയിലും നമുക്ക് ചെയ്യാൻ അവസരമുണ്ട്. ഇതെല്ലാം ചെയ്യണം. ഈ ഭൂമി അങ്ങനെ ചെയ്യുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോണം. നിങ്ങളുടെ വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങൾ നന്നായിട്ട് പഠിച്ച് മിടുക്കരായി വരുന്നതാണ്. ആരുടെയും സഹായമില്ല, അവർക്ക് നല്ല നല്ല അവസരങ്ങൾ കിട്ടുന്നത് കാണാം. ഞാൻ ചെയ്യുന്നതിനെല്ലാം ദൈവം തിരിച്ചു തരും. അപ്പം അങ്ങനെ എനിക്കൊന്നും വലിയ അമാനുഷിക സ്വാധീനമോ കഴിവോ ഒന്നുമില്ലായിരുന്നു. പക്ഷേ എൻ്റെ മകന് പഠിച്ച് മിടുക്കനായി വിദേശത്ത് പോയി നല്ല ജോലിയൊക്കെ കിട്ടി. ഞാൻ ഒരിക്കൽ പോലും, എനിക്കറിയാം പലപ്പോഴും, ഞാനൊരു സ്പെഷ്യൽ കേസ് സെക്രട്ടറി ആയിരുന്നു സർവീസിൽ. പലതരത്തിൽ സ്വാധീനം ചെലുത്താവുന്ന ഉദ്യോഗസ്ഥ വൃന്ദവും രാഷ്ട്രീയ വൃന്ദവും ഒക്കെ കൂടെ ഉണ്ടായി. പക്ഷേ എനിക്കൊരാവശ്യം ഒരിക്കലും വന്നിട്ടില്ല. എൻ്റെ മകൾ പ്രശസ്ത ആശുപത്രിയിലെ ഡോക്ടറാണ്. അവൾ MBBS പഠിച്ചതൊക്കെ പോട്ടെ, MD പഠിച്ച പോട്ടെ, MBA പോട്ടെ, എല്ലാം പോട്ടെ. ഇതെല്ലാം സ്വന്തം കഴിവിലാണ് പോയിരിക്കുന്നത്. ആരുടെ റെക്കമെൻഡേഷൻ ഇല്ല. ഡാഡി ഇതൊന്നും ഹെൽപ്പ് ചെയ്യാമെന്ന് ചോദിച്ചിട്ടില്ല. ഞാൻ അങ്ങോട്ട് ചോദിക്കും, കുട്ടി എന്തെങ്കിലും സേവന സഹായം വേണോ? വേണ്ട പാടി. അതെ, എന്നുവെച്ചാൽ അതുപോലെയാണ് ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നത്. ദൈവം നമ്മളെ കയ്യിൽ കൊണ്ടു നടക്കുന്നത്. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ചിന്തകൾ, നമ്മുടെ പ്രവൃത്തികൾ, നമ്മളുടെ ആ ഒരു മറ്റുള്ളവർക്ക് കൊടുക്കുന്ന മോഡൽ, ദാറ്റ് ഈസ് വെരി പ്രഷ്യസ്. ഓഫ് കോഴ്സ് നമുക്ക് ദൈവത്തെ കൂടെ കൂട്ടാം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നല്ല പ്രവൃത്തികൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ ഫാൻറ്റാസ്റ്റിക് പോസിറ്റീവ് ഡേ. കാഷ്വലായി ഒരു പ്രസംഗം കേട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും സംസാരിച്ചത്. ഓക്കെ, താങ്ക് യു ജീസസ് ഫോർ ദി ബ്ലെസ്സിങ്സ് ദാറ്റ് യു poured upon us. താങ്ക് യു.